വിജയുടെ നമസ്കാരം. നമസ്കാരം. ഇന്നലെ ആകെ കോലാഹലമായിരുന്നു. അമേരിക്ക ആരാണ് ഇന്ത്യയോട് എണ്ണ മേടിക്കാൻ റഷ്യയുടെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ രാജ്യസ്നേഹികൾ എല്ലാവരും കൂടെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, പിന്നെ സുഡാപ്പികൾ. അമേരിക്ക ഇന്ത്യയെ തെറി പറയുമ്പോൾ ഇവർ പെട്ടെന്ന് രാജ്യസ്നേഹികളാകും. അമേരിക്ക ഇന്ത്യ എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവർ ഇന്ത്യയെ തെറി പറയും. കാരണം അമേരിക്കയും ഇന്ത്യയും കൂടെ ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ മാതൃരാജ്യമായിട്ടുള്ള GCC രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള പരിപാടിയാണെന്ന് പറയും. ഇന്ത്യ അമേരിക്കയും ഇതുപോലെ ഒരുമിച്ച് നിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഇവരുടെ നിലപാടെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു റിസർച്ചിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇവര് ഏറ്റവും കൂടുതൽ നിലവിളിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പലപ്പോഴും പല ഈ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, സുഡാപ്പികള് നമ്മുടെ ഇന്ത്യൻ നേവിയെ പച്ചയ്ക്ക് തെറി പറയുകയാണ്. ഒറ്റിക്കൊടുത്തു നായിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞാണ് ഈ സുഡാപ്പി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ. ഒറ്റിക്കൊടുത്ത് കാണും. മറ്റേ ഒരു കപ്പൽ പൊട്ടിത്തെറിച്ച് പോയല്ലോ, ഇന്ത്യയുടെ അതിർത്തിയിൽ വച്ചല്ല പൊട്ടിത്തെറിച്ചത്, ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങി, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ, അതായത് ഇന്ത്യയുടെ ബോർഡറിൽ നിന്ന് അത് പുറത്തിറങ്ങി പോയ ശേഷം ടോർപീഡോ ഉപയോഗിച്ച് US തകർത്തതാണ് ആ ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷിപ്പിന് ഇന്ത്യ അഭയം കൊടുത്തില്ല, ഇന്ത്യ അതിനെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇവർ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയ ശേഷം ഇവർ പറയുന്നത് ഈ ഐറിസ് ദേന എന്ന് പറയുന്ന കപ്പലാണ് പൊട്ടിത്തെറിച്ചത്. അതിനുശേഷം ശ്രീലങ്കയെ കണ്ടുപിടിക്കൂ. ശ്രീലങ്ക ഐറിസ് ബുഷഹർ എന്ന് പറയുന്ന ഒരു കപ്പലുണ്ട്. ആ കപ്പലിന് ഇറാന്റെ കപ്പലിന് അഭയം കൊടുത്തു. അതാണ് യഥാർത്ഥത്തിൽ ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വലിയ രീതിയിലുള്ള, അറിയാമല്ലോ ഇവർക്ക് നമ്മുടെ രാജ്യത്തിന് ഇടിച്ചുതാക്കാൻ കിട്ടുന്ന ഒരു അവസരം ഇവര് വെറുതെ കളയില്ല. അങ്ങനത്തെ ഉള്ളൊരു ടീമാണ്. ഇന്നലെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ബിജുചേട്ടാ, അതായത് ഇവന്മാർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റിയില്ല. അതായത് 28-ാം തീയതി ഒരു ഇറാനിയൻ ഷിപ്പ് ഇന്ത്യയോട് അഭയം ചോദിക്കുന്നു. 1-ാം തീയതി ഇവിടെ വന്ന് ഡോക്ക് ചെയ്യുന്നു. 180 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 180 ഇറാനിയൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരുമായി അത് ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇന്ത്യ അഭയം കൊടുത്തു. കൊച്ചിയിലാണ് വന്നിറങ്ങിയത്. കേരളത്തിൽ കിടന്ന് തെറി വിളിക്കുന്ന സുഡാപ്പിക്കോ, കേരളത്തിൽ മോദിക്കെതിരെ ഘോരഘോരം വാർത്ത കൊടുക്കുന്ന നമ്മുടെ മാപ്രകൾക്കോ, കേരളത്തിൽ ഒരു ഇല അനങ്ങിയാൽ അറിയുമെന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാരിനും ഈ വിവരം അറിയാൻ സാധിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രീതിയിലാണ് നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിൽ കേന്ദ്രത്തിന്റെ ഒരു മോശം വശമെന്ന് ഞാൻ കാണുന്നത് എന്തെന്നറിയാം, കേന്ദ്രം ഇതൊന്നും വിളിച്ചു പറയുന്നില്ല എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ മേടിക്കണ്ട, റഷ്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇളവുണ്ട്, എണ്ണ മേടിച്ചോ എന്ന് കേന്ദ്രത്തോട് അമേരിക്ക പറയുമ്പോൾ കേന്ദ്രം ഒരിക്കലും അമേരിക്കയോട് തിരിച്ചു പറയാൻ നിൽക്കില്ല. നമ്മൾ ഇപ്പോഴും എണ്ണ മേടിക്കുന്നുണ്ടെന്ന് അവിടെ നിന്ന് നീ ഭീഷണിപ്പെടുത്തിയാലും നമ്മൾ അവിടെ നിന്നാണ് മാർച്ച് 6-ന് നീ ഭീഷണിപ്പെടുത്തുന്നു, മാർച്ച് 5 വരെ നമ്മൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല കേന്ദ്രം എന്ന് മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിന്റെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത് പ്രധാനമായിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നിട്ടുണ്ട്. ഈ തെറി പറയുന്നവന്മാരാരാ? അമേരിക്കയ്ക്ക് ഇന്ത്യ ഷൂ നക്കി കൊടുക്കുന്നു എന്ന് തെറി പറയുന്നവന്മാര്. ടൈംസ് ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് കാണിക്കാം. 16 മെയ് 2012 വന്നൊരു റിപ്പോർട്ടാണ് ഇത്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെങ്കിൽ പ്രേക്ഷകർ ഒന്ന് വായിച്ചു നോക്കണം. ഇന്ത്യ ബോസ് ടു US പ്രഷർ കട്ട് ഓയിൽ ഇമ്പോർട്ട്സ് ബൈ 11%. US പ്രഷറിന് ഇന്ത്യ വഴങ്ങി 11% ഇറാനിൽ നിന്നുള്ള ഓയിൽ ഇന്ത്യ ഇറക്കുമതി കുറച്ചു. ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റില്ല. US പ്രഷറിന് നമ്മൾ വഴങ്ങി, നമ്മൾ എണ്ണ ഇറക്കുമതി കുറച്ചു ഒന്നും കാണാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞു കാണും. റഷ്യയിലുള്ള ഓയിൽ കമ്പനികൾക്ക് താരിഫ് അടിച്ചു കൊടുത്ത് കുറഞ്ഞു കാണും. അല്ലാതെ അമേരിക്ക ഭീഷണിപ്പെടുത്തി കുറഞ്ഞില്ല. ചിദംബരം ഈ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചല്ലോ, അത് അവര് കേട്ടില്ലേ? താജ് ആക്രമണം നടന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു. അമേരിക്ക പറഞ്ഞു അടിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ അടിച്ചില്ല. പച്ചയ്ക്ക് പറഞ്ഞാണ് ചിദംബരം. ഈ ഒരു പഴയ ഒരു വൃത്തികെട്ട കാലഘട്ടമൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇവന്മാർ ഇവിടെ കിടന്ന് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണ് ഈ കപ്പലിന്റെ സ്റ്റോറി? പ്രധാനമായിട്ടും ഈ കപ്പലിന്റെ സ്റ്റോറി കഴിഞ്ഞിട്ട് നമുക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയ ലാഭത്തിലോട്ട് കൂടെ വരണം. ആദ്യം നമുക്ക് കപ്പലിന്റെ സ്റ്റോറി ഇന്ന് തുടങ്ങാം. ധനുഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇന്ത്യയുടെ ഒരു പോളിസി അങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും പരസ്യമായ പ്രതികരണത്തിലില്ല. കാരണം ട്രംപ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ വഴിക്ക് കിടക്കും. നമ്മളുടെ ജോലി വർത്തമാനത്തിലല്ല, പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നമ്മൾ കാണുന്നതാണ്. പിന്നീട് ഇതൊക്കെ മാറ്റി പറയേണ്ടി വരും മാധ്യമങ്ങൾ. ഇന്നലെ മാതൃഭൂമി ന്യൂസ് ചാനലടക്കം
വൈകുന്നേരത്തോടു കൂടി ഗംഭീരമായ വാർത്ത വരുന്നു. ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ. അതിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എണ്ണ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങും, ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല, റഷ്യയിൽ നിന്ന് ഞങ്ങൾ എണ്ണ നിർത്തിയിട്ടുമില്ല, ഞങ്ങള് അത് വാങ്ങുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര സാധനമാണ്. ഇനി കപ്പലിന്റെ കാര്യത്തിലേക്ക് വരാം. ഇന്നലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ വരുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ തകർക്കപ്പെട്ട കപ്പൽ ദേന എന്ന് പറയുന്ന ഈ ഷിപ്പിന് കൊച്ചിയിൽ ഡോക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. കേന്ദ്രം അങ്ങോട്ട് പറഞ്ഞതാണ് ഈ ഷിപ്പിനോട്, നിങ്ങൾ കൊച്ചിയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും പോർട്ടിലേക്ക്, ഒരുപക്ഷെ ഇന്ത്യക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകുമല്ലോ ഇവർ പോയാലും ഇവരെ ചിലപ്പോൾ അടിക്കുമെന്നുള്ളത്, അത് നമ്മുടെ റിപ്പോർട്ടായിരിക്കും, ഇവിടെ ഡോക്ക് ചെയ്യാൻ പറയുകയും അത് കേൾക്കാതെയാണ് ഈ ഷിപ്പ് പോയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ഷിപ്പ് അതിനുശേഷം 11 മണിക്കൂർ ഈ ശ്രീലങ്കയുടെ തീരത്ത് കിടന്നു, ഡോക്ക് ചെയ്യാൻ അവസരം ചോദിച്ചു, കൊടുത്തില്ല. ഇത് പറഞ്ഞത് ഇന്ത്യ അല്ല, ശ്രീലങ്കയുടെ പ്രതിപക്ഷ നേതാവ് അവരുടെ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. 11 മണിക്കൂർ അവർ നമ്മുടെ അടുത്ത് കടന്ന് യാചിച്ചിട്ട് നിങ്ങൾ കൊടുത്തില്ലല്ലോ, നിങ്ങളല്ലേ അവരെ കൊലയ്ക്ക് കൊടുത്തതെന്ന് ചോദിച്ചത് ശ്രീലങ്ക. നേരത്തെ പറഞ്ഞ ചങ്കൂറ്റമുള്ള ശ്രീലങ്ക. അവസാനമാണ് ആ ഷിപ്പ് പോകുന്നത്. ഇന്റർനാഷണൽ ബോർഡറിൽ ചെല്ലുമ്പോൾ പടക്കപ്പൽ അകമ്പടി പോകാൻ വേറൊരു രാജ്യത്തിന്റെ പടക്കപ്പൽ പോകാറില്ല. പടക്കപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ പടക്ക് വേണ്ടിയിട്ടുള്ള കപ്പലാണല്ലോ, അതിന് വേറൊരു രാജ്യം അകമ്പടി സേവിക്കാറില്ല. ഇനി അതിനുശേഷം അങ്ങനെ ശ്രീലങ്കൻ പാർലമെന്റിൽ വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ കപ്പലില് ഐർനസ് ബുഷറ ആണ് മറ്റോ അതിന്റെ പേര്, ആ ഷിപ്പിന് ശ്രീലങ്ക അനുമതി കൊടുക്കുന്നതും അവിടെ ഡോക്ക് ചെയ്യാൻ വരുന്നു. അപ്പോഴാണ് അതിലും ഞെട്ടുന്നൊരു വാർത്ത വന്നത്. ഫെബ്രുവരി 28 നമ്മളോട് അഭ്യർത്ഥിക്കുകയും മാർച്ച് 1 അതായത് ഈ ആക്രമണം നടക്കുന്ന ഇന്നലെയാ ഷിപ്പിന്റെ ആ കഴിഞ്ഞ ദിവസമാണ്, മാർച്ച് 1 തന്നെ കൊച്ചിയിലേക്ക് വന്നിട്ട് 183 സൈനികരെ സംരക്ഷണ കവചമൊരുക്കിയത് ഇന്ത്യയാണ്. ഇന്ത്യ അത് പറയേണ്ടി വന്നിട്ടല്ല. ഇനി മറ്റൊരു വാർത്ത ഉണ്ട്, ഇത് സംരക്ഷണമൊരുക്കി നമ്മുടെ സേനയുടെ തീരുമാനം മാത്രമല്ലായിരുന്നു, CDSന്റെ ആയിരുന്നു, നമ്മുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ തീരുമാനമാണ്. സെക്യൂരിറ്റി മന്ത്രിസഭാ യോഗമുണ്ട്, അതായത് നരേന്ദ്രമോദിയാണ് അതിന്റെ തലവൻ ആ സെക്യൂരിറ്റി മന്ത്രിസഭാ യോഗത്തിന്റെ. അദ്ദേഹം ഇരുന്നെടുത്ത തീരുമാനമാണ് അവർക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ അതിന് പറയുന്ന ടെക്നിക്കലായിട്ടൊരു സൈഡ് പറയുന്നുണ്ട്, ഇറാൻ ആവശ്യപ്പെട്ടു അവരുടെ കപ്പലിന് കേടുപാടുകളുള്ളത്, അത് വെറുതെ പറയുന്നതാണ്. സ്വാഭാവികമായിട്ട് ഡോക്ക് ചെയ്യുമ്പോൾ ഒരു കാരണം വേണമല്ലോ, റീസൺ വേണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കാരണം കപ്പല്, വിമാനങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ എമർജൻസി ലാൻഡിങ്ങിനും അങ്ങനെ ഡോക്ക് ചെയ്യാനുള്ള അനുമതി പല രാജ്യങ്ങളും കൊടുക്കുന്നത്. നമ്മുടെ ഒരു വിമാനം ഒരു 1.5 മാസം മുമ്പ് ഇൻഡിഗോയുടെ ഒരു വിമാനം പാകിസ്ഥാൻ ലാഹോറിൽ വന്ന് ലാൻഡ് ചെയ്തിരുന്നു, ഒരു ക്രാഷ് ലാൻഡ് ചെയ്തിരുന്നു. അതിന് കൂടുതൽ പറക്കാൻ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ അവന്മാരാകെ കുരുവെട്ടി നിൽക്കുന്ന സമയത്താണ് അവന്മാരുടെ മണ്ണിൽ നമ്മുടെ വിമാനം പറന്നിറങ്ങുന്നത്. അത് സ്വാഭാവിക മാനുഷികമായ പരിഗണനയാണ്. അപ്പോൾ ഈ ദേനയടക്കമുള്ള കപ്പലുകളോട് ഇന്ത്യ പറഞ്ഞിരുന്നു, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് ഡെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതാണ് അവർ പോയത്. ശ്രീലങ്കയിൽ ചെന്നപ്പോൾ അവർക്ക് അപകടം മനസ്സിലായി. അവർ ശ്രീലങ്കയോട് ആവശ്യപ്പെട്ടു, 11 മണിക്കൂർ അവർ കാത്തിരുന്നു, ഒരു പെർമിഷൻ കിട്ടുമെന്ന്, കിട്ടിയില്ല. അപ്പോഴാണ് അവർ മുമ്പോട്ട് നീങ്ങുന്നതും ശ്രീലങ്കന്റെ തെക്കൻ തീരത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക്, അതായത് കയറി തുടങ്ങി അങ്ങോട്ട് ഇന്റർനാഷണൽ കയറിയപ്പോൾ തന്നെ അവന്മാർ അടിച്ചു. അത് നേരെ മറിച്ച് ശ്രീലങ്കയിൽ ഡോക്ക് ചെയ്തിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. വേറെ അവിടെ ഇന്ത്യ ഡോക്ക് ചെയ്തു. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു സൂചന പോലെ പറഞ്ഞ ധനുഷും ഇവരുടെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഞാൻ പറഞ്ഞ ചില വിദഗ്ധർ പറയുന്നു, കൊച്ചിയിൽ നിന്ന് അത് ഗുജറാത്ത് വഴിയാണ് പോയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ആ വാക്കുകൾ പോയപ്പെട്ട പ്രേക്ഷകരും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വാക്ക്. അതിപ്പോ അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിരുന്നു നിങ്ങൾ ഗുജറാത്തിലോ കൊച്ചിയിലോ ഡോക്ക് ചെയ്യണമെന്നുള്ളത്. കാരണം ഞാൻ ആ വാർത്തയ്ക്ക് മുമ്പ് നമ്മൾ ചില കാര്യങ്ങളുമായി ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ആ കാര്യം തന്നെ ഈ കാര്യം. ഇവിടെയാണ് നമ്മളുടെ പ്രവചനങ്ങളല്ല, നമ്മളത് സസൂക്ഷ്മം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നൽകുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ഇത്ര ചങ്കൂറ്റമുള്ള സർക്കാർ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമേരിക്ക കണക്കൊരു പടുകൂറ്റൻ രാജ്യം ലോകത്ത് മുഴുവൻ വലിയ രീതിയിൽ തന്നെ ഈ ആക്രമണം മറ്റും നടത്തിക്കൊണ്ടിരിക്കും. അതിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വരും ഡോക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. ഈ ഡോക്ക് ചെയ്ത വിവരം ഇവിടെ ആരും അറിഞ്ഞിരുന്നില്ല, ഈ മാധ്യമങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല. അതായത് ഈ ദേന എന്ന് പറയുന്ന കപ്പൽ കടലിൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു കപ്പൽ സേഫായിട്ട് കിടക്കുക, അവരുടെ 3ാമത്തെ അവരുടെ കപ്പല് നമ്മുടെ കൊച്ചിയിൽ അവരെ എല്ലാ സൈനികർക്കും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവർക്ക് താമസ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ ദേന എന്ന് ഇന്ത്യ പറഞ്ഞ കാര്യം പുലർച്ചെ 4 മണിക്കാണ് ഈ ദേന എന്ന് പറയുന്ന കപ്പലിൽ നിന്നൊരു മെസ്സേജ് വരുന്നു. അതായത് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ദേനയ്ക്ക് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പോകരുത്, നിങ്ങൾ ഇവിടെ ഡോക്ക് ചെയ്യണമെന്ന്. അതിനുശേഷം ദേന എന്ന് പറയുന്ന കപ്പലിൽ നിന്നൊരു ഇത് വരുന്നു, മെസ്സേജ് വരുന്നു, കപ്പൽ അപകടത്തിലാണ്. അപ്പോഴേക്കും നമ്മുടെ 2 പടക്കപ്പലുകളാണ് അവിടെ പോയത്, 2 ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ വിമാനങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോഴത്തേനും ശ്രീലങ്കൻ സേന എത്തി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പം ഈ സുഡാപ്പികൾ എന്തുകൊണ്ടാണ്, സുഡാപ്പികൾക്ക് വലിയ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അവരെന്തെങ്കിലും സുഡാപ്പികൾ മാത്രമല്ല, നമ്മുടെ ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ ചാനലിലെ മാധ്യമ പ്രവർത്തകരും ഒരുപാട് തെറിവിളിയായിരുന്നു. നാവികസേനയെ തെറിവിളിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെറിവിളിക്കുന്നു. ഒരുത്തനാണെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ് നായിന്റെ മോനെന്ന്. പബ്ലിക്കായിട്ട് നമ്മുടെ ഒരു വ്ളോഗർ വന്നിട്ട് വിളിക്കുകയാണ് ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി.
ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയിലുള്ള പിഴവാണോ, അത് ഇവിടെയുള്ള മാധ്യമങ്ങൾ കിഴങ്ങന്മാരായതുകൊണ്ട് യവന്മാർക്ക് വാർത്ത കിട്ടാത്തതാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഈ കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് BJPക്ക് 10 സീറ്റ് കിട്ടുന്നെങ്കിൽ അത് 5 കുറയ്ക്കാനുള്ള ഇവരുടെ ഒരു തന്ത്രമാണോ ഇത് എന്നാണ് എനിക്കറിയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം ചെയ്യുന്ന പ്രവർത്തികളെ ഇവരെന്തിനാണ് ഇങ്ങനെ തെറി പറയാനായിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്? രാജ്യത്തിന്റെ ഒരു അഭിമാനത്തിന്റെ കൂടെ ഒരു കാര്യമാണല്ലോ. പ്രധാനമന്ത്രി ഒരു തെറി വിളിച്ചോട്ടെ. ധനുഷേ, ഞാനൊരു സംഖ്യയാണ്, എനിക്ക് തുറന്നു പറയാൻ മടിയില്ല. 28 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഈ ഒരു വിഷയവുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വാർത്തയുടെ ക്രെഡിബിലിറ്റി കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വാർത്ത ചെയ്യാൻ പോയിട്ടില്ല, ഇന്നും പോയിട്ടില്ല. ഉള്ളത് കണക്ക് തന്നെ പറയും. അത് ഇറാൻ അടിച്ചെങ്കിൽ ഇറാൻ അടിച്ചു എന്ന് തന്നെ പറയും. ഇറാനിനടുത്ത് ആക്രമണം നടത്തി അവർക്ക് മാരകായുധമുണ്ടെന്ന് പറയും. അവര് നമ്മൾ കാരണം നമുക്ക് രാഷ്ട്രീയ നേട്ടമില്ല, രാഷ്ട്രത്തിന്റെ നേട്ടം മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ ഇലക്ഷൻ വരുന്നു, അപ്പം BJP തറപറ്റിക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ മോദിക്കെതിരെ ഒരു വികാരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയായിരിക്കാം. ഇവർക്കൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല, കാരണം ഇവർക്ക് കിട്ടുന്ന അതേ സോഴ്സ് തന്നെയല്ലേ നമുക്കും കിട്ടുന്നത്. നമ്മൾ പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെടുക്കും. അപ്പോ അതും കൂടെ എടുത്തുവിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കണക്കുള്ളവർ ഇത്രയും, അത് 99% ഈ രാജ്യവിരുദ്ധമായ വാർത്തകൾ കൊടുക്കുന്നിടത്ത് നമ്മളെ കണക്ക് ഒരു ചെറിയ ചാനൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാർത്തകൾ ക്രെഡിബിലിറ്റി കൊണ്ടാണെന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത്രയും വർഷം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അതുകൊണ്ട്. കാരണം ഞാനൊരു സംഖ്യയാണ്, എന്നെ വളരാൻ ഒരിക്കലും അനുവദിച്ചിട്ടുമില്ല, ഇനിയിപ്പം അതിന്റെ ആവശ്യമില്ല. കാരണം വേറൊരു പ്ലാറ്റ്ഫോമുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയും ഞെരുക്കത്തിനിടയിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, സത്യസന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിൽക്കും. ഇവർക്കൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല. ഞാൻ മിക്കവാറും എല്ലാ ന്യൂസ് ചാനലിന്റെ ഡെസ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എല്ലാ ന്യൂസും ഒരുപോലെ തന്നെ കിട്ടും. അത് നമ്മളാണ് മുക്കുകയോ പൊക്കുകയോ ചെയ്യേണ്ടത്, നമ്മളാണ് അത് എങ്ങനെ വേണം വളച്ചൊടിക്കുകയും ചെയ്യേണ്ടത്. ഇതൊരു എഡിറ്റോറിയൽ തീരുമാനിക്കും, ഇത് ഇങ്ങനെ കൊടുത്താൽ മതി, മോദിക്ക് വിരുദ്ധമായി കൊടുക്കണം, ഇലക്ഷൻ തീരുന്നവരെ എന്ത് വാർത്തയും എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് വാർത്തയും ആ രീതിയിലേക്ക് മാറ്റിമറിച്ചെടുക്കും. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്നു, ഇപ്പം നമ്മൾ ഈ വാർത്ത വരുന്ന ഇത് കാണുന്ന കുറച്ചു പേരെങ്കിലും അതിലൊരു യാഥാർത്ഥ്യം മനസ്സിലാകുന്നവരുണ്ടാകും എന്താ കാര്യം എന്നുള്ളത്. ഈ വാർത്ത എത്ര ചാനൽ കൊടുത്തു? ഇന്നലെ മാതൃഭൂമി മാത്രമാണ് ഈ ഒരു വാർത്ത കൊടുക്കുന്നത് ഞാൻ കണ്ടത്, ഈ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഒരു മാധ്യമധർമ്മം. ഇത് പൊളിയും, ഇന്നല്ല, അത് പൊളിയാൻ ഒരു ടൈം എടുക്കും. ഒരു 10-15 വർഷം, ഒരു 10 വർഷത്തിനുള്ളിൽ ഇതേപോലുള്ള കപട മാധ്യമങ്ങളുടെ എല്ലാ ശൃംഖലയും അജണ്ടകളും പൊളിയുന്നൊരു കാലം ഇന്ത്യ വരും. ഇത് ഞാൻ പറയുന്നതാ. ഞാൻ അന്ന് ഇത് വരുമ്പോൾ ഇത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയത്ത് മാധ്യമപ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ കഴിയും, ഇതെല്ലാം പൊളിഞ്ഞെടുക്കുന്ന ഒരു കാലം വരും. ഇന്ന് വിരലെണ്ണാവുന്ന ദേശീയ ബോധമുള്ള ഇല്ലെങ്കിൽ ദേശീയ വാർത്തകൾ നൽകുന്ന ചാനൽ കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. വളരെ വളരെ കുറവാണ്, എണ്ണം കുറവാണ്. വിരലെണ്ണാവുന്നവരാണെങ്കിൽ പോലും ഉണ്ട്. അതൊരു വലിയ ആശ്വാസകരമായ കാര്യം. ഒന്നും ഇല്ലാത്ത കാലത്താണ് ഞാൻ പണി തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് ആശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇവരുടെ ശതമാനം 50 കുറയും. 50% ദേശീയ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്ന ചാനലുകൾ വരും. ഇപ്പൊ ദേശീയ തലത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, പക്ഷെ പൂർണ്ണമായി മാറിയെന്ന് ഞാൻ പറയുന്നില്ല. ദേശീയ ചാനലിലും ഈ എനിക്ക് തോന്നുന്നില്ല, ഏതാണ്ടൊക്കെ ഭൂരിപക്ഷം ചാനലും മോദി വിരുദ്ധ ചാനലും BJP വിരുദ്ധ ചാനലും തന്നെയാണ് എന്നാണ് യാഥാർത്ഥ്യം. ഇതനുസരിച്ച് എണ്ണയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എണ്ണയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്നലെ ഇന്ത്യ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു, എണ്ണ എവിടുന്ന് ഇറക്കുമതി ചെയ്യണം കയറ്റണം എന്നൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിനിപ്പോ ആരുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ റഷ്യയുടെ വക്താവ് ദെമിത്രോ പെസ്കിയോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇനി ഞങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ഡീലിന്റെ ഡീറ്റെയിൽസും ഡേറ്റകളും പുറത്തു വിടുന്നില്ല. എത്ര എണ്ണ കൊടുത്തു, എത്ര ഇവിടെ ചെയ്തു, അവിടെ ചെന്ന് ഞങ്ങൾ പറയില്ല എന്നാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രതിദിനം 20 ദശലക്ഷം ക്രൂഡ് ഓയിൽ ബാരലാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഈ ഒരു സംഖ്യ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദശലക്ഷം. അതായത് പ്രതിദിനം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് 6 ദശലക്ഷം അല്ലേ? ഒരു 6 വേണം. അപ്പം നമ്മൾ റഷ്യയുടെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് 10 പോയിന്റ് സംതിങ് ആണ്. അതായത് 10 ദശലക്ഷം ബാരലാണ് പ്രതിദിനം. 10 പോയിന്റ് സംതിങ് ആണ് ഇപ്പൊ നമ്മൾ 1 മാസം 2 മാസമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ 20 എടുത്തിട്ടുണ്ട്. നവംബർ ഡിസംബർ കാലയളവിൽ നമ്മൾ 20 എടുത്തിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടിയ ഇതായിരുന്നു അന്ന് എടുത്തത്. ഇവിടെ പ്രതിദിനം 22 ദശലക്ഷം, 22 ദശലക്ഷം പേരുടെ കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് റഷ്യയുടെ. ഇപ്പൊ ഉടനടി ഇറക്കുമതി ചെയ്യുക 2 കോടി ബാരൽ എണ്ണ റഷ്യയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിവിധ ടാങ്കറുകളിലായി നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു സ്റ്റേറ്റ് മീഡിയ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ ബംഗാൾ ഉൾക്കടൽ വഴി നീങ്ങുന്ന റഷ്യയുടെ എണ്ണ ടാങ്കറുകളുടെ ഭൂപടമാണ് അവർ പുറത്തുവിട്ടത്. അതായത് നമ്മുടെ വടക്കു കിഴക്കൻ മേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണ ശാലയിലേക്കാണ് ഈ പോകുന്ന എണ്ണ ടാങ്കറുകൾ പോകുന്നത്, അവിടെ ശുദ്ധീകരിക്കാനുള്ളത്.
അതായത് ഈ എണ്ണ എന്ന് പറയുന്ന അനുസൂതം ഒഴുകിക്കൊണ്ടിരിക്കും. റഷ്യയെ സംബന്ധിച്ച് ഒരു ഭയങ്കര ബമ്പറാണ്. കാരണം അവര് ഈ അവരുടെ ഷാഡോഷിപ്പ് ഉൾപ്പെടെ ഉള്ളതിനകത്ത് ഈ എണ്ണ കയറ്റി കടലിൽ വിവിധ രാജ്യങ്ങൾ, സിംഗപ്പൂരിൽ മാത്രം അതിന്റെ തീരത്ത് മാത്രം അവരുടെ ടാങ്കറുകളിൽ 70 ദശലക്ഷം ക്രൂഡ് ഓയിലാണ് കിടക്കുന്നത്. അവരതും ഇപ്പൊ ഇന്ത്യയിലേക്ക് നീക്കാൻ പോവുകയാണ്. കാരണം ഇന്ത്യ ഒരു ബൾക്ക് വിപണിയായി മാറുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു, ഊർജ്ജ പ്രതിസന്ധി ആർക്കും ഉണ്ടാകില്ല, ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ഈ പെട്രോൾ വാങ്ങി പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ട് ഈ ലോകത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കും എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്നു. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കാൾ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ വിപണി മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഈ മേഖലയിലേക്ക് വരും. എനിക്ക് തോന്നുന്നു ഈ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് ഇന്ത്യക്ക് ഒരു വലിയ അളവ് തന്നെ പണം സ്വരൂപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വലിയ നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ലോകം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ എണ്ണക്ഷാമം വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ക്രൂഡ് ഓയിലിന് ബാരലിന് $150 വരെ അയക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നു. അവര് ഇപ്പോൾ എണ്ണ ഉൽപാദനം തന്നെ നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ പോകുന്നു. കാരണം അവരത് ഉണ്ടാക്കി വെച്ചിട്ട് വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അവർക്കത് ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 8 ആഴ്ചത്തേക്കുള്ള ക്രൂഡ് ഓയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 8 ആഴ്ച. ഇന്നലെ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത്? 25 ദിവസമെന്ന്. ഇന്നിപ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് 8 ആഴ്ച. 8 ആഴ്ച എന്ന് പറഞ്ഞാൽ 25 ദിവസം അല്ലല്ലോ. 8 ആഴ്ച എന്ന് പറഞ്ഞാൽ എന്റെ അറിവിൽ 60 ദിവസമാണ്. അപ്പൊ ഏതാണ്ട് ഒരു 10-35 ദിവസം ഇവിടുത്തെ മാധ്യമങ്ങൾ മുക്കി. ബാക്കിയുള്ള 25 ദിവസം അവർ പറഞ്ഞു. 60 ദിവസം 8 ആഴ്ചത്തെ ഉണ്ടെന്ന് ഇന്നിപ്പോ എഴുതി കാണിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ റഷ്യ അനുസൂതം എണ്ണ എത്തിക്കുമെന്നും കൂടെ പറയുന്നു. ഇപ്പൊ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, റഷ്യയിൽ ഞങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയ ലൂക്കോയിലിനും റോസ്നിഫ്റ്റിന്റെ ഉപരോധം നീക്കാൻ പോവുകയാണ്. കാരണം കിട്ടുന്നിടത്തുനിന്നൊക്കെ എണ്ണ ഇപ്പോൾ അനിവാര്യമാണ്. അത് വാങ്ങി പ്രോസസ്സ് ചെയ്യേണ്ട ഒരു അനിവാര്യമായ ഘടകം. കാരണം എന്താ വെച്ചാൽ ട്രംപിന് അടുത്തുള്ള രാജ്യങ്ങൾ, ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ കൂടുതൽ ഇടങ്ങളിലേക്ക് എണ്ണ എത്തിക്കണമെങ്കിൽ ഇന്ത്യ കൂടിയേ തീരൂ എന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. കാരണം ഈ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഇത് വാങ്ങി പ്യൂരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ്. അതേസമയം അതായത് ഈ യുദ്ധം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയാണെങ്കിൽ അതിലൊരു രാജ്യം ഇന്ത്യ തന്നെ ആയിരിക്കും. കാരണം റഷ്യയെ സംബന്ധിച്ച് ഈ എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ ഉക്രൈനിൽ പൊട്ടിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അതിനെ സേവിങ്സ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസ് കാര്യം. ഞാൻ 2 വാർത്തകളാണ് നമ്മളിപ്പോ ഇന്ന് ഈ അനാലിസിസിന് വേണ്ടി എടുത്തത്. ഒന്ന് നമ്മുടെ കപ്പലിന്റെ കാര്യവും അതിനൊരു ക്ലാരിറ്റി വേണമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ്. ഇന്നലെ തന്നെ നമ്മളത് പറഞ്ഞു. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം തന്നെ നമ്മളത് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ എണ്ണയുടെ കാര്യം നമ്മൾ ഇന്നലെ എടുത്തിരുന്നു, ഇന്നും നമ്മളത് എടുക്കുന്നു. ഇപ്പൊ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. കാരണം ഇനി ഇതിൽ കൂടുതൽ വ്യക്തതയുടെ ആവശ്യമില്ല. കാരണം ഇത് എല്ലാ പ്രേക്ഷകർക്കും ഓൺലൈനിൽ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്ന വാർത്തയാണ്. ഇപ്പൊ തന്നെ ഒളിച്ചും തിളഞ്ഞും ഇല്ലെങ്കിൽ പാത്തും പതുങ്ങിയാണെങ്കിലും ചില മലയാള മാധ്യമങ്ങളെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളെങ്കിലും ഇത്തരം വാർത്തകൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വൈകിയാണ് അവർ കൊടുക്കുന്നത്, വളരെ ബുദ്ധിമുട്ടിയാണ് കൊടുക്കുന്നത്, എങ്കിലും കൊടുക്കും. അതായത് സത്യത്തിൽ ഇവർ ചെയ്യുന്ന പണി വെച്ചാൽ ഈ കള്ളം ചെരുപ്പിട്ട് ലോകം കീഴടക്കി വരുമ്പോഴേക്കും സത്യം ചെരുപ്പിട്ട് തുടങ്ങത്തേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവർ ചെയ്യുന്ന കാര്യം ഇപ്പോൾ. അതായത് രാവിലെ തന്നെ ഒരു നെഗറ്റീവ് വാർത്ത ഇടുക, ആ വാർത്ത മുഴുവൻ സ്പ്രെഡ് ചെയ്യിക്കുക, അതിനുശേഷം പാതിരാത്രി 8 മണിക്കോ 9 മണിക്കോ അതിന്റെ സത്യാവസ്ഥയായിട്ട് ഒരു വാർത്ത കൊണ്ട് ഇട്ടുകൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം. ഇതൊക്കെ ഇത് എത്രയോ നാളുകൊണ്ട് തുടരുന്നതാണ്. ഒരു പഴഞ്ചൻ മെത്തേഡാ. കുറച്ചൊക്കെ മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം കടപുഴകി വീഴുന്ന ഒരു നാൾ വരും, ഈ കേരളത്തിൽ വരും, യാതൊരു സംശയവുമില്ലത്.